ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെറുപയറും ചൗവരിയും ചേർത്ത് പായസം ഉണ്ടാക്കാം. ചൗവരി തനിയെ വയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതാണ് ചെറുപയറും കൂടെ ചേർക്കുന്നത്. ശർക്കരയിൽ ചെയ്യാം. നമുക്കതിന് കുറച്ച് തേങ്ങ, ചൗവരി, ചെറുപയർ, കുറച്ച് കപ്പലണ്ടി വറുത്തിടാനും ഏലക്കയും നെയ്യും. നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഇതും നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന പായസമാണ്. ചെറുപയർ നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഒഴിച്ച് വറുത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ചെറുപയർ നല്ലപോലെ കഴുകിയിട്ട് വറുത്തെടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് വറുത്തെടുക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ചൊന്ന് ബ്രൗൺ കളറ് വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതിയാവും. നെയ്യിൽ മൂപ്പിക്കുമ്പോൾ നല്ല മണമൊക്കെ ഉണ്ട്. നമുക്കിനി ഇത് കഴുകിയതാണല്ലോ, നമുക്കിതിന് 1 കപ്പിന് 2 കപ്പ് വെള്ളം, 1 കപ്പ് ചെറുപയറിന് 2 കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കാം. നല്ല പറ്റിയിരിക്കണം. വെന്തങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നല്ലപോലെ വെന്താൽ മതിയാവും. ഒരു വിസിൽ കേട്ട് നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചൗവരിയും കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. അതും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. അതും കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി കുറച്ച് നല്ലപോലെ ഒന്ന് വറ്റി വരണം. കുറച്ച് നല്ലപോലെ ചൂടാവണം. കുറച്ച് നെയ്യൊക്കെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ചൗവരിയും ഒരുവിധമൊക്കെ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയായിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മൾ തിരിച്ചിട്ടും നല്ലപോലെ നെയ്യ് ഒഴിച്ചൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുത്താൽ മതിയാവും. വെള്ളം ചേരുമ്പം ആ കട്ടയൊക്കെ മാറിക്കോളും. നമ്മളിത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിൽ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് നമുക്ക് കപ്പലണ്ടിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് വയ്ക്കാം. അത് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരയും കൂടെ ഒന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാരയിലല്ല ചെയ്യുന്നത്, ശർക്കരയിലാണ്. നമ്മുടെ ചെറുപയർ നല്ല വെന്ത് അധികം വെള്ളമില്ലാതെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് പാനിലോട്ട് ചേർത്തിട്ട് നമുക്ക് ശർക്കരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അതിൽ കിടന്നൊന്ന് നല്ലപോലെ മൂത്ത് വരണം. ആവശ്യമുള്ള ശർക്കര അധികം വെള്ളം ചേർക്കാതെ ഉരുക്കിയെടുത്താൽ മതിയാവും. അതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് ശർക്കര പിടിച്ച് വരണം. കുറച്ച് നേരം ഇളക്കാം. ഇവിടെ ചെറുപയറും ശർക്കര കിടന്ന് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കലങ്ങി പോയിട്ടില്ല. അത് നല്ലപോലെ വെന്തിട്ടുമുണ്ട്. നമുക്കത് എടുത്ത് നോക്കുമ്പോൾ അറിയാം നല്ലപോലെ വെന്ത് നല്ല മയമായിട്ടിരിക്കുകയാണ്. ശർക്കര കിടന്ന് നല്ലപോലെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അവസാനത്തെ തേങ്ങാപ്പാലിന് ചെയ്യുന്നത്, അവസാനത്തെ തേങ്ങാപ്പാൽ ആദ്യം ചേർക്കാം. 3 പാലും തനിയെ മാറ്റി വെച്ചിട്ടുണ്ട്. അവസാനം പിഴിഞ്ഞത് ആദ്യം ചേർക്കാം. കുറച്ചൊന്ന് നല്ല ശർക്കരയും എല്ലാമായിട്ട് നല്ലപോലെ ഒന്ന് ചേർന്ന് വരുമ്പോൾ നമുക്ക് 2ാമത്തെ പാലും ചേർക്കാം. അവസാനം 3ാമത്തെ പാൽ ചേർത്തോണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്കിനിയും 2ാമത്തെ പാലും ചേർക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചൗവരിയും കൂടെ ചേർക്കാം. കുറച്ച് കട്ടിയായിട്ടിരിക്കുകയാണ്. നമുക്കത് ശർക്കര ഇതിലിടുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വന്നോളും. നല്ലപോലെ തിളച്ച് വരുമ്പോൾ അത് ഒന്നൊന്നായിട്ട് വന്നോളും. കുറച്ച് നേരം ശർക്കര പാനിൽ കിടന്ന് ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ അതെല്ലാം ഒന്നൊന്നായിട്ട് വന്നിട്ടുണ്ട്. ശർക്കരയിൽ ഒഴിക്കുന്നതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് പഞ്ചസാരയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. പക്ഷേ ഇതിന് ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ്. ശർക്കരയും ചെറുപയറും കൂടെ ഒക്കെ ചേരുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ കിടന്ന് ശർക്കരയും ചെറുപയറും എല്ലാം കൂടെ ചേർന്ന് നല്ല പോലെ പാകമായി വരുന്നുണ്ട്. നമുക്കിനിയും പാൽ ചേർക്കാം. തേങ്ങാപ്പാലിന് ചേർക്കുന്നത്.
കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിക്കാം. അവസാനത്തെ പാലിൻ്റെ കുറച്ച് പാൽ ചേർത്ത് നമുക്ക് ബാക്കി പാലും കൂടെ ചേർക്കാം. എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ തിളച്ച് ഒന്ന് കുറുകി വരണം. ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി രണ്ടാമത്തെ പാല് ചേർക്കാം. അതും ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. ശർക്കരയും പാലും എല്ലാം കൂടെ ചേർന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാലും ചേർത്ത് അതും നല്ലപോലെ ഒന്ന് കുറുകി വരുമ്പോൾ ആദ്യത്തെ പാലും ചേർക്കാം. രണ്ടാമത്തെ പാലും ചേർത്ത് ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ പാലും ചേർക്കാം. ഈ പാലും ചേർത്ത് നമുക്ക് ഏലക്കാപ്പൊടിയും കപ്പലണ്ടിയും എല്ലാം ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കാഷ്നട്ടോ ബദാമോ ഏത് വേണമെങ്കിലും ചേർക്കാം. നമ്മളിവിടെ കപ്പലണ്ടിയാണ് വറുത്ത് ചേർത്തിരിക്കുന്നത്. ഏലക്ക പൗഡറും കൂടെ ചേർക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ലപോലെ ഇളക്കി നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് ചവ്വരി ചെറുപയർ പായസമാണ്. നല്ല പായസം, ഹെൽത്തി ആയിട്ടുള്ളതും രുചിയുള്ളതും ശർക്കര ചെയ്തതായിട്ട് അതിന് പ്രത്യേക ഗുണമുള്ളതാണ്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക.